ഒന്നാമത്തത് നമ്മുടെ ശരീരത്തിലെ പ്രൈവറ്റ് ഭാഗങ്ങളിലൊക്കെയുള്ള മുടികൾ നീക്കം ചെയ്ത് അതേപോലെ തന്നെ നഖമെല്ലാം വെട്ടി വൃത്തിയാക്കലാണ്. ഇങ്ങനെ നമ്മുടെ മുടി അല്ലെങ്കിൽ മീശ വെട്ടാനുണ്ടെങ്കിൽ അങ്ങനെ മറ്റു പ്രൈവറ്റ് ഭാഗങ്ങളിലുള്ള മുടികളും അതേപോലെ തന്നെ നഖങ്ങളുമെല്ലാം വെട്ടി നമ്മൾ ശുദ്ധിയാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. രണ്ടാമത് നന്നായിട്ട് ഒന്ന് കുളിക്കുക. അത് ജനാബത്തുകാർ കുളിക്കുന്നത് പോലെ കുളിച്ചാൽ ഖൈറാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മൂന്നാമത്തത് കുളിച്ചതിന് ശേഷം പുരുഷന്മാരായ ആളുകൾ, സ്ത്രീകൾക്ക് പാടില്ല, പുരുഷന്മാരായ ആളുകൾക്ക് അവരുടെ തലമുടിയിലും ശരീരത്തിലുമൊക്കെ സുഗന്ധം പുരട്ടാവുന്നതാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്. എന്നാൽ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ അവർ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അവരുടെ ശരീരത്തിലോ മുടിയിലോ താടിയിലോ പുരുഷന്മാർക്ക് സുഗന്ധം പുരട്ടാം. അവർ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷവും അതിൻ്റെ സ്മെല്ലുണ്ടാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം പുതുതായി സുഗന്ധം ഉപയോഗിക്കാനാണ് പാടില്ലാത്തത്. എന്നാൽ അതിനു മുമ്പ് ശരീരത്തിൽ സുഗന്ധം പുരട്ടുന്നത് വളരെ നല്ലതാണ്. നാലാമത്തത് ഏതെങ്കിലും ഒരു നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കാരത്തിന് ശേഷമായിരുന്നു ഇഹ്റാമിൽ പ്രവേശിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം അത് വളരെ ശുദ്ധിയുള്ളതും വൃത്തിയുള്ളതും വെളുത്ത നിറമുള്ളതുമാണെങ്കിൽ അത് കൂടുതൽ സുന്നത്താണ്. മൊത്തത്തിൽ തന്നെ മുസ്ലിമീങ്ങൾക്ക് വെള്ള വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വാജിബുകളിൽപ്പെട്ടതാണ് സാധാരണ നിലക്കുള്ള തുന്നിയ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കണം. പിന്നെ വേണ്ടത് തുണി പോലത്തെ ഒരു വസ്ത്രവും അതേപോലെ തന്നെ ഒരു മേൽമുണ്ടുമാണ് വേണ്ടത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെള്ള നിറമുള്ളതായിരിക്കുക, വൃത്തിയുള്ളതായിരിക്കുക. അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കൽ, കാല് മുഴുവൻ മറയാത്ത രൂപത്തിലുള്ള ഷൂ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി, സോക്സ് പാടില്ല എന്ന് മനസ്സിലാക്കി. കാല് പൂർണ്ണമായും മറയാത്ത രൂപത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. അതേപോലെ തന്നെ ഒരു മേൽമുണ്ടും അതേപോലെ ഒരു തുണിയും, അതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രമായി ഉപയോഗിക്കുക. ആറാമത്തത് നിയ്യത്ത് നമ്മൾ മനസ്സിലാക്കി. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന, ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്ന ആ നിയ്യത്ത്, ആ കരുതൽ മനസ്സിലുണ്ടായിരിക്കണം. അത് മനസ്സിലുണ്ടായിരിക്കൽ വാജിബാണ്. എന്നാൽ അത് നാവ് കൊണ്ട് പ്രത്യേകം പറയൽ, അത് തൽബിയത്താണ്, അത് സുന്നത്താണ്. ഉദാഹരണത്തിന് ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ മുതമത്തിയൻ ഇലൽ ഹജ്ജ്, തമത്തുവിൻ്റെ ഹജ്ജ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ വ ഉംറതൻ, ഹജ്ജും ഉംറയും ഒരുമിച്ച് ഉദ്ദേശിച്ച ആളുകൾ. ഈ നിലക്ക് ഉറക്കെ തന്നെ പറയൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. ഏഴാമത്തത് ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ തൽബിയത്ത് ഉറക്കെ ചൊല്ലണം. ഏതാണ് ആ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്, നിനക്ക് വേറെ പങ്കുകാരില്ല. ഇതാണ് തൽബിയത്ത്.